വീടിൻ്റെ ലാപ്ടോപ്പ് വേർഷൻ. എൻ്റെ വീട് എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ ഇവിടെ ഇത്രയും നേരം ഇരുന്ന വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറേ മൈനൊക്കെ ചെയ്ത് സ്റ്റോൺ എടുത്തായിരുന്നു. പിക്കാക്സ് പൊട്ടാറായി. ഞാനിപ്പോൾ ഇവിടെ വീടെങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് ആലോചിച്ചേക്കും. ഞാൻ ഇവിടെ കുറേ സ്പേസൊക്കെ ഉണ്ടാക്കി. ഈ മരമൊക്കെ അടുത്ത് വെട്ടാനുണ്ട്. ഇത്രയും വലിയ മരമൊക്കെ വെട്ടി. ഞാൻ വീട് ആദ്യം ഒരു കുഞ്ഞി തീർത്ത് കൊടുത്തത് ഇത്രയും സ്പേസിലുള്ളൊരു വീടായിരുന്നു. അത് എത്രയും വലുതായി മരമൊക്കെ വെട്ടി. ഇവിടെ നിറച്ച് മരമായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വെട്ടി തളിച്ച് കുറേ ഇതൊക്കെ ആക്കി. സ്നോ എനിക്കിഷ്ടമല്ലായിരുന്നു. എൻ്റെ വീടിൻ്റെ പുറത്ത് മഞ്ഞ് എനിക്കിഷ്ടമല്ല. മുറ്റം നല്ലതായിരിക്കണം, നല്ല കുഞ്ഞ് മുറ്റമായിരിക്കണം. മുറ്റം പെർഫെക്റ്റ് ആയിരിക്കണം. നല്ല രസമുണ്ട് കേട്ടോ എൻ്റെ വീട്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഞാനിപ്പോൾ സ്റ്റോണൊക്കെ വെച്ച് അടുത്തത് ഡെക്കറേഷൻ തുടങ്ങാൻ പോയി. ആ ഡേർട്ട് മാറ്റാൻ പാടില്ല, കാരണം എനിക്ക് വേസ്റ്റ് ചെയ്യുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല. എൻ്റെ വീടിന് മുറ്റത്ത് ഒരു തുള്ളി മഞ്ഞ് പോലും ഞാൻ കാണാൻ പാടില്ല. പൂവിൻ്റെ ഒന്നും ഇതൊക്കെ തളിക്കാൻ എന്ത് രസമായിരിക്കും. അല്ല, എന്തൊരു നേരം എടുക്കും. ഇതൊക്കെ പൊട്ടിക്കണമെങ്കിലേ ഉള്ള പാട് എനിക്കറിയും. ഇതൊക്കെ ഇങ്ങനെ കളയാം. വീട്ടിൻ്റെ കോർണറിൽ നിന്ന് മാത്രം കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുടങ്ങിയേക്കാം മോഡിഫൈങ്. ഓക്കെ, നമ്മൾ വീടിൻ്റെ ഇത് പൊട്ടിക്കുകയാണ്. വീടിൻ്റെ ഇത്രയും മൂല അങ്ങോട്ട് പൊട്ടിക്കുക. നമ്മൾ വീടിൻ്റെ ഉൾഭാഗം നോക്കിയാൽ നമ്മുടെ ചെസ്റ്റിലാണ് കുറച്ച് ഇതൊക്കെ ഉള്ളത്. വേണ്ടേ എല്ലാം കൂടെ തന്നെയാണ്. നമുക്ക് 2 സ്റ്റാക്ക് ഡേർട്ടും പിന്നെ ഒരു 40 ഡേർട്ടും ഉണ്ട്. ഒരു സ്റ്റാക്ക് പിന്നെ സ്പ്യൂൾസ് വുഡ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു സ്റ്റാക്ക് സ്റ്റോണും ഉണ്ടായിരുന്നു. ആ സ്റ്റോണിൽ ഞാൻ ചിലതൊക്കെ കാണാതെ പോയിട്ടുണ്ട്, മരിച്ചു പോയായിരുന്നു ഒരു വെച്ച്. ഇന്ന് രാത്രി സോംബികളും എല്ലാം അങ്ങനത്തെ ഒരു മോഡിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കെന്നാ തുടങ്ങിയേക്കാല്ലേ. ഇത് പൊട്ടിക്കാൻ എന്ത് പാടാന്ന് തമ്പുരാനറിയാം. ഈ സാധനം പൊട്ടിക്കണമെങ്കിൽ ഇവിടെ ഡേർട്ടൊക്കെ നമുക്ക് കളയണം. ഈ 2 സാധനങ്ങൾ. എനിക്ക് വലിയ ഒരു വീട് കെട്ടിപ്പൊക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഒരു വലിയ വീട് അങ്ങോട്ട് കെട്ടിപ്പൊക്കണം. രാജകൊട്ടാരം പോലെ ആയിരിക്കണത്. എനിക്ക് ഇങ്ങനെ വലിയൊരു കൊട്ടാരം പോലെ വേണം. പക്ഷെ ഇതൊക്കെ പൊളിക്കേണ്ടി ചിലപ്പോൾ വരും. വില്ലേജ് കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. കുഴപ്പമില്ല, സഹിക്കണം. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ജോലി കിട്ടാൻ ഇത്രയൊക്കെ മുന്നോട്ടൊക്കെ പോയാൽ മതിയാ. കുറച്ചും കൂടെ ആയാലും ഓക്കെ. ഇത്രയൊക്കെ വീടും തോന്നണം. എന്നാൽ മുറ്റത്തിന് സ്പേസ് കൂടണമല്ലോ. എന്ത് ചെയ്യാനാ? ഇങ്ങനെ വെച്ച് പോകണം. ഇവിടെ ഒരെണ്ണം വെക്കണോ? ബാലൻസ് വരുവാണെങ്കിൽ വെച്ചാൽ പോരെ? ബാലൻസ് വരുവാണെങ്കിൽ വെക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് പണിയാൻ തുടങ്ങാം. 2 3 എന്താ വെക്കാൻ പറ്റാത്ത? 3 3 4 5 6 5 6 7 8 9 ഇന്നങ്ങനെ. പക്ഷെ വീട് ഫുള്ളാക്കാൻ പറ്റില്ല ഈ ഒരു ബ്ലോക്ക് വെച്ച്. അയ്യോ, ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് വേണം എനിക്കത് ചെയ്യാൻ. ഓക്കെ. പക്ഷെ മൊബൈലാണ് നല്ലതെന്ന് പറയുന്നത്. കാരണം മൊബൈലിൽ ചെയ്യുന്ന കുറച്ചും കൂടി നല്ലത്. കാരണം മൊബൈലിൽ എത്ര ദൂരെയാണെങ്കിലും ഇത് കണ്ടോ, ഇത്ര ദൂരം വരെ ഇതെത്തുള്ളൂ. മൊബൈലിൽ എത്ര ദൂരെയാണെങ്കിലും അവിടം വരെ മൊബൈൽ ഇപ്പോൾ ഇങ്ങനെ വെക്കാം. മൊബൈലിലാണ് ബിൽഡിങ് നല്ലത്. ഇവിടം പോലും വെക്കാൻ പറ്റില്ല, ഇവിടെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇനി അവിടെ കയറി പോകണമെങ്കിൽ ഞാൻ ഇങ്ങനെ പോയിട്ട് ഇവിടെ ചാടിയിട്ട് വേണം ഇവിടെ വെക്കാൻ. അടുത്തതിൻ്റെ മുകളിലൊക്കെ ഡേർട്ട് ഇട്ട് ചെയ്തേക്കാം. അല്ലാണ്ട് കുറച്ച് ഇതൊക്കെ ഇട്ടേക്കാം. ഇത് തീരണവരെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇട്ടങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ അങ്ങ് വെച്ച് ഓക്കെ. ഇത് നമുക്ക് സ്റ്റോൺ അല്ലായോ വേണ്ടത്. നമ്മൾ സ്റ്റോണല്ലോ ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത ഡേർട്ട് മതി. ആദ്യം കുറവിൽ നിന്ന് കൂടുതലിലേക്ക് പോകാം. സ്റ്റോണൊക്കെ ചെസ്റ്റ് ഇരിക്കട്ടെ. എങ്ങാനും മുകളിൽ നിന്ന് താഴത്തേക്ക് വീണാലോ. ഞാൻ വളരെ കെയറിങ് ഒക്കെ ചെയ്യാറുണ്ട്. ഇനി ഇവിടെ പോയിട്ട് ഡേർട്ട് വെക്കണം. ഓക്കെ, ഡേർട്ട് എടുത്തിട്ടുണ്ട്. എവിടെ പോവാ?
ഇട്ടൊക്കെ. ആ ഇതിൽ ഇട്ട് ഇനി പുറത്തുനിന്ന് വീടിൻ്റെ ആ ഒരു വ്യൂ നോക്കട്ടെ. വാലെങ്ങനെ തുറക്കണം? ഓക്കെ, നമ്മളത് നമ്മുടെ വീട് പൊളിഞ്ഞ മറ്റേ ഡേർട്ട് ഒന്നുകൂടി ആവശ്യമുണ്ട് നമുക്ക്. എന്ത് ചെയ്യാനാ? ഇങ്ങനെ വെച്ച് അങ്ങോട്ട് പോവാ. ഞാൻ പറഞ്ഞില്ല ബാലൻസ് ഉണ്ടാകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെക്കാത്തത്. വെച്ചില്ല ഇപ്പൊ പണി പാടുകയാണ്. പിന്നെ ഇവിടെ വെക്കണമെങ്കിൽ ഇനി നമ്മൾ സ്പേസ് ഒക്കെ വേണം. വീടൊന്നും വലിയ സ്പേസ് കൊട്ടാരം പോലെ ആക്കേണ്ടതാ. ഇത്രയും മൂടിയാ അതായത് ഒരു സ്റ്റോൺ പിക്കാക്സ് പോലും ഇല്ല, പക്ഷെ കുറെ സ്റ്റോൺ ഉണ്ട്. നമുക്ക് എല്ലാ സാധനവും ഉണ്ട് ഉണ്ടാക്കാതെ, പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് ബെഡ് പോലും ഇല്ല, ഒരു സെറ്റപ്പും ഇല്ല. രാത്രിയായ പണ്ടാരങ്ങൾ വരാറായി, പക്ഷെ ആ പണ്ടാരങ്ങൾ വരത്തില്ല. ആ മോഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ മോഡ് എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ. ഞാൻ വീടൊന്നും ഒരു ബെഡ് കിട്ടാതെ ഞാൻ ഒരിക്കലും ഇനി അത് ഓണാക്കത്തില്ല. ബെഡ് കിട്ടിയാൽ പിന്നെ നമുക്ക് കിടന്ന് ഉറങ്ങാലോ. കൊണ്ടന്മാർ വരുവാണെങ്കിൽ ഓക്കെ ഒന്ന് ഇട്ട് ഇത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ വീട്ടിൽ എൻ്റെ മുറ്റാണ്. ഇതിന് അത്രയും വെട്ടി തളിച്ചതാണിത്. നിറച്ച് മഞ്ഞൊക്കെ ആയിരുന്നു. ഞാൻ ഇവിടെ കൂടെ മൈൻ സിസ്റ്റം ഉണ്ടാക്കി ഈ ഡേർട്ട് കാണാൻ കൊള്ളത്തില്ല അല്ലേ? ഞാൻ വേണമെങ്കിൽ ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ ഫർണീസ് വേണം. ഫർണീസ് വേണമെങ്കിൽ സ്റ്റോൺ. സ്റ്റോൺ ഉണ്ടല്ലോ അല്ലേ പറഞ്ഞ പോലെ. പക്ഷെ നമുക്ക് സ്റ്റോൺ ഉപയോഗിക്കണോ? എന്തോ ഇത് എല്ലാവരും സ്റ്റോൺ ഉപയോഗിക്കാതെ നെവർ മൈൻഡ്, സ്റ്റോൺ ഉപയോഗിച്ചേക്കാം. പിക്കാക്സ് ഒക്കെ പൊട്ടിച്ച് ആവാറായിട്ടുണ്ട്. എൻ്റെ വാള് ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. വാളും പിന്നെ ഷോവലാണല്ലോ ഇത് വരുന്ന ഹോയ് ഷോവലൊക്കെ ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാനായി? ഇവിടെ വീടിന് മുകളിൽ അത്രയ്ക്ക് ഇഷ്ടമില്ല. ഇത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ എന്തോ താഴ്ചയുണ്ടല്ലോ, പൊട്ടിച്ച് നോക്കട്ടെ. മുകളിൽ ആകാശം കാണാൻ പറ്റുമോ? ഇല്ല. ഇത് പൊളിച്ചിട്ട് നമുക്ക് അവിടെ റീബാലൻസസ് ഇല്ലേ, അത് വെക്കാലോ. വെറുതെ ഞാൻ ഇതിങ്ങനെയൊക്കെ വെച്ച് സെറ്റാക്കി ഇട്ടേക്കുക. നമുക്ക് നല്ല ഡേർട്ട് ഉണ്ടല്ലോ, അത് ഉയരവും കുറയുക. വീടിന് ഭയങ്കര ഉയരമായിരിക്കണം. ലാർജ് ചെസ്റ്റ് ഇല്ല. ഇപ്പോൾ ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട്. റേറ്റ് ഒക്കെ സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ മൈനിങ് ചെയ്യാൻ കുറച്ച് പാടാ. ഇതൊക്കെ തരാം. ഓക്കെ, ഇപ്പോഴാണ് വീട്ടിലൊരു ഓളമൊക്കെ വന്നത്. അത് നമ്മുടെ കയ്യിൽ 8 ഇതുണ്ട്. 8 സ്പ്യൂൾസ് വുഡൻ പ്ലാങ്ക്സ് ഉണ്ട്. അപ്പം ആ ഒരു പ്ലാങ്ക്സ് വെച്ച് നമുക്ക് വീടിൻ്റെ ആ ഒരു റീബാലൻസസ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോഴേക്ക് 5 വീണ്ടും ബാലൻസ് കിട്ടി. എനിക്ക് മുറ്റം പണിയാണ് ഈ സൈഡിലത്തെ മുറ്റം പണിയാണ്. കാരണം ഞാൻ കഷ്ടപ്പെട്ട് ഇവിടം വരെ ചെയ്തതാണ്. ഞാൻ വീണ്ടും വലുതാക്കി. അത് നല്ല കാര്യമാണ് ഞാൻ ചെയ്തത്. വീണ്ടും വലുതാക്കിയത് കുഴപ്പമില്ല. ഞാനെന്തായാലും വലുതാക്കി കൊണ്ടുപോകും അങ്ങോട്ട്. അതുകൊണ്ട് കാടൊക്കെ വെട്ടി തളിക്കണം. നമ്മളിപ്പോൾ ഇത് കാടല്ല, ഒരു വലിയ സിറ്റി ആക്കാനാണ് വരുവാണ്. ചുമ്മാ പറഞ്ഞാട്ടോ, അത്രയൊന്നും ആക്കില്ല. അവളൊരു വില്ലേജ് കൊണ്ടുപോയിക്കണം. വില്ലേജ് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ മതി. ട്രേഡിങ്ങിന് വേണ്ടി ആ വാണ്ടറിങ് ട്രേഡ് എന്ന് പറഞ്ഞാൽ പണ്ടാരം വരുമല്ലോ. അപ്പോൾ അവിടെ എമറാൾഡ് മാത്രമാണ് ചോദിച്ചത്. ഒരു എമറാൾഡിൽ 8 സാൻഡ് സ്റ്റോൺ. എന്താണെന്ന് പറയാനാണ്. അതുകൊണ്ടാണ് ഈ വാണ്ടറിങ് ട്രേഡ് അത്രയ്ക്ക് നല്ലതല്ലാത്ത. ആണെങ്കിൽ തന്നെ വെട്ടിക്കൊല്ലണം അവരെയൊക്കെ. തട്ടിപ്പാണ്. നമ്മളിത് ഇവിടെ ഇങ്ങനെ കുഴിച്ച് പോവാൻ ഷോവല് പോയതുകൊണ്ട് ഷോവല് പൊട്ടിയില്ല. പക്ഷെ പൊട്ടാറായി കിടക്കുക. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒറ്റ പോക്കലും അങ്ങോട്ട് പോകും. പിന്നെയും വലിയ സ്പേസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളതാകും. ഇനിയും കുറേ ചെയ്യുന്നുണ്ട്. വീട് കുറേ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. രാത്രി ആവാറായി. കുറേ നേരം എടുക്കട്ടോ. എൻ്റെ പൊന്നെ, കാർമേഘങ്ങൾ ഇരുട്ട് കൂടി. അതെന്താ മരം ആകാശത്ത് പറഞ്ഞോ? ഞാൻ വെട്ടിയ മരം.
ഇനി ഈ മരം വെട്ടി തളിക്കണം. അതൊക്കെ പിന്നെ ചെയ്യാം. ആദ്യം ഒരു സ്പേസ് ഉണ്ടാക്കട്ടെ. ഇത്രയൊക്കെ സ്പേസ് മതിയാ. വീടിൻ്റെ ഇവിടുത്തെ ഫ്രണ്ട് വ്യൂവിൽ വെച്ച് നോക്കട്ടെ. ഓ നല്ല രസമുണ്ട് കാണാൻ. നല്ല വീടാ. ഇത്രയ്ക്ക് ന്യൂബിയായ ഞാൻ ഇത്രയും വലിയ വീടുണ്ടാക്കിയിട്ടും കയ്യിലൊരു ബെഡ് പോലും ഇല്ല. അതിന് ബെഡ് കിട്ടണമെങ്കിൽ ഷീപ്പ് വേണം. ഷീപ്പ് നമ്മുടെ ഈ രാജ്യത്തില്ല എന്ന് തോന്നുക. കുറേ നേരം ഞാൻ തപ്പാൻ തുടങ്ങിയിട്ട്. ഈ വേൾഡ് തുടങ്ങിയത് മുതൽ ഞാൻ ഷീപ്പിനെ തപ്പണയാ. സ്പോൺ ആയപ്പോൾ ഒരു ഷീപ്പിനെ കണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അടുത്തോട്ടേക്ക് ചെന്നപ്പോഴേക്കും അതങ്ങ് ദൂരോട്ടേക്ക് ഓടിപ്പോയിട്ട് ഏതൊരു കുഴിയിൽ ചത്ത്. നമ്മൾ ആ കുഴിയിലേക്ക് ചാടിയാൽ നമ്മളും ചാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചാടാത്തത്. പിന്നെ വേറൊരു ഷീപ്പിനെ കണ്ടായിരുന്നു. അതിനെ അതൊരു ചെന്നായ വന്ന് ആ ചെന്നായൻ്റെ അടുത്ത് പോയി ഒരു അടി കൊടുത്താൽ മതി. നമ്മുടെ ലൈഫ് പോകാൻ ചെന്നായ നമ്മൾ കടിച്ചു കീറും. അതൊരു തുള്ളിലേക്ക് അതിൻ്റെ അടുത്തോട്ടൊക്കെ. ഇനി രാത്രി കാരണം ഞാൻ ഈ പീസ്ഫുള്ളാക്കിയെന്ന് വെച്ചിട്ട് നമ്മൾ ഫുള്ള് പണിയായിരിക്കും. ഫുള്ള് പണിയാണ്. തൽക്കാലത്തേക്ക് അടക്കാൻ ഒരു ബെഡ് പോലും നമ്മുടെ കയ്യിലില്ല. വില്ലേജാണെങ്കിൽ നമുക്ക് ബെഡ് കിട്ടിയാണ് ഓസിന്. അല്ലെങ്കിൽ നമുക്ക് വില്ലേജിൻ്റെ അപ്പുറത്ത് കുറേ ഷീപ്പുകൾ താമസിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഷീപ്പുകളുടെ അടുത്തോട്ടേക്കൊക്കെ പോയി വെട്ടി കൊല്ലാവുന്നതാണ്. മൊബൈൽ ഞാൻ PC ആണോ അതോ മൊബൈലാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ മൊബൈലായിരിക്കും പറയാം മൈൻക്രാഫ്റ്റിൽ. കാരണം മൈൻക്രാഫ്റ്റിലെ മറ്റേ PC-യിലാണെങ്കിൽ അതുകൊണ്ട് ആ ദൂരെ നമുക്കൊന്നും പണി നോക്കാൻ പറ്റില്ല. അടുത്തോട്ടൊക്കെ പോകണം. പിന്നെ ഇത് കുറേ ഞെക്കി പിടിക്കണ പരിപാടികളുണ്ട്. മറ്റേൽ നമുക്ക് വെറുതെ ആ വിരൽ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് സ്മൂത്തായി പോലെ. ബട്ടൺ നീങ്ങുമ്പോൾ എന്തോ ഒരു ഇതുപോലെ. നമുക്ക് ടോർച്ചില്ല. ഞാൻ ഇവിടെ ഒരു കോളിംഗ് ചെയ്ത് ഓറ് കണ്ടായിരുന്നു. ഇവിടെ മൈൻഡ് ചെയ്തപ്പോൾ അല്ല, ഞാൻ ഷീപ്പിനെ തപ്പാൻ പോയപ്പോൾ അവിടെ ഒരു ഓറ് ഉണ്ടായിരുന്നു. പക്ഷെ അതെടുക്കണമെങ്കിൽ നമുക്ക് മറ്റേ ഇതില്ല, എന്താ പറയുക, സ്റ്റോൺ പിക്കാക്സ് ഇല്ല. ഇനി നമുക്ക് സ്റ്റോണുണ്ട്. സ്റ്റോണൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്നാലും നമ്മൾ ഉപയോഗിക്കാത്ത എന്താണെന്ന് വെച്ചാൽ വീട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മളത് ഉപയോഗിക്കാത്തത്. ഈ സ്റ്റോണൊക്കെ വെക്കുമ്പോൾ എന്തായിരിക്കും വീടിന്? ഗ്രാവൽ വേണം നമുക്ക്. ഒരു ഗ്രാവലില്ലാതെ പണി എടുക്കില്ല. സ്റ്റോണിന് പകരം നമ്മൾ ഗ്രാവൽ ചിലപ്പോൾ അലങ്കരിക്കാൻ നമുക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും സ്പേസ് മതിയായിരിക്കും. അതിലും വലുതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇനിയും ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങ് പണിത് വെക്കുന്നതായിരിക്കും. രാത്രി ഫുള്ളായി. ഇനി രാവിലെ ആവാറായി. ഈ ഡേർട്ടൊക്കെ അങ്ങ് മാഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിറച്ച് ഇതുപോലൊക്കെ ഡേർട്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ഗ്രാസ് ബ്ലോക്കായി. പിന്നെ മണ്ടയ്ക്ക് മഞ്ഞ് വീണ്. ഈ മരം അങ്ങ് വെട്ടിയാലോ? എൻ്റെ വീട്ടിന് പുറത്ത് മരം ഒന്നിരിക്കണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ ഡീഫോറസ്റ്റേഷൻ പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വെറുതെ ഒരു മരം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ മരം വെട്ടുക അങ്ങോട്ട്. എന്താ ചെയ്യാ? പക്ഷെ അത് പൊട്ടില്ലല്ലോ. ഇതൊക്കെ എന്താ പാടാണ്. ഓ, പൊട്ടി. ഇനി അടുത്ത് ഈ ഇങ്ങനെ ആകാശത്ത് തുറക്കണ മരമൊക്കെ വെട്ടണം. കാരണം എൻ്റെ താഴെ ഉണ്ടായിരുന്ന ഡേർട്ടുകളൊക്കെ ഞാൻ കളഞ്ഞായിരുന്നു അങ്ങോട്ട്. എൻ്റെ വീടിന് മുകളിൽ മഞ്ഞ് തുള്ളി ഒരു വീടുള്ള ഞാൻ എനിക്ക് അറിഞ്ഞൂടാ. ഈ മരം വെട്ടണമെങ്കിൽ എൻ്റെ പൊന്ന് കുത്തമ്മിന പോലത്തെ മരമാണ്. ഇതൊക്കെ വെട്ടി തളിക്കണമെങ്കിൽ എന്ത് പാടാ. അത് ഓക്കെ, കഴിഞ്ഞു. എന്താ രണ്ടെടുക്ക്. ഓക്കെ, നമുക്ക് ഇത്ര 8 കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് നമുക്ക് 9 10 കിട്ടിയ ചാട് ചാട് ശേഷം ചാട് ബ്ലോക്ക് ചാട് ബ്ലോക്ക് ചാട് ബ്ലോക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി മതി. ഇനി ഇതങ്ങ് പൊട്ടിച്ച് കളയാം. ഞാൻ ഇന്ന് മണ്ടേ കയറിയിക്കട്ടെ. ഞാൻ ഈടെ ശബോ. ഓക്കെ, താഴത്തേക്ക് ഇതൊക്കെ മുറിച്ച് അങ്ങോട്ട് കളയുക. എനിക്ക് വലിയ ഫാമൊക്കെ വേണം. ഫാം ഉണ്ടാക്കാനുള്ള ഷോവൽ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ മറ്റേ ഫാമിൻ്റെ കാര്യമായിട്ട് ഉദ്ദേശിച്ചത് മൃഗഫാമല്ല. ഞാൻ മറ്റേ വില്ലേജേഴ്സിൻ്റെ കൂട്ട് ക്രോപ്പ് ഫാമില്ല, ആ ഒരു ഫാമായിരുന്നു. അത് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ.
എന്നാലും ഉറങ്ങാൻ പറ്റില്ല. ഞാൻ പിന്നെ വെറുതെ വീട്ടിലോട്ടേക്ക് പോണേ. ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഇട്ടാലോ? അതാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. ബാക്കിലായിട്ടും ഒട്ടും സ്പേസ് കുറവെന്ന് പറഞ്ഞാൽ സൈഡിലത്തെ ഇതൊക്കെ ഒന്ന് കളയാം. നമുക്ക് ഈ മരം വെട്ടേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടം വരെയൊക്കെ ആയാൽ സെറ്റായി ഒരു ഗ്രൗണ്ട്. ഈ മരം ഇപ്പം വെട്ടണമെന്നില്ല, കാരണം നോക്ക് ചിലപ്പോൾ വെട്ടണം കേട്ടോ. ഇപ്പം വെട്ടണമെന്നില്ല, അത് സ്പേസ് ഉണ്ടാക്കട്ടെ. സ്പേസ് ഫുള്ളുണ്ടാക്കി. നല്ല ദിവസമുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാവും എൻ്റെ വീട്? നോക്ക്, നമ്മളിങ്ങനെ ഗുഹയെന്ന് വരുന്നു. അല്ല, നമുക്ക് ഇവിടെ ഒരു വിൻഡോ പോലെ ഉണ്ട്. അതൊന്നും പൊട്ടിച്ചെടുത്തേക്കാം. ഇവിടെ ഒന്നും വേണ്ട വിൻഡോ. അല്ല, വെളിച്ചം വേണ്ട. നമുക്ക് വെളിച്ചത്തിനായിട്ട് ഇരിക്കട്ടെ. കൊടുത്തോളാം. ഗ്ലാസ് വേണം, സാൻഡ് വേണം, ഫെർണീസും ആവശ്യമുണ്ട്. പിന്നെ മരക്കഷ്ണങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. നമ്മളൊരു 15, 16 ഉണ്ട് മരം. ഇനി ഇതൊക്കെ വെട്ടി ഇനി ആ പുല്ല് കളയണ്ട നമ്മുടെ പുറത്ത്. എന്തൊരു പണികളാണ് നോക്കണേ, വലിയ വീട്, രാജാവട്ടാരം ഉണ്ടാക്കാൻ. ഓക്കെ, നമ്മളിതൊക്കെ എല്ലാം പൊട്ടിച്ച് കളയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊന്നും കളയാതെ വേറെ ഒരു പരിപാടി നടക്കത്തില്ല. ഇവിടെ ഡേർട്ടിൻ്റെ ഇതൊക്കെ എൻ്റെ പുല്ലൊക്കെ വളർന്നു. അല്ല, അയ്യോ, മാറി എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ പുല്ലൊന്നും നടക്കത്തില്ല. പ്രകൃതി എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ ഇത്രയ്ക്കങ്ങ് ചേർക്കാൻ ഞാൻ സമ്മതിക്കില്ല പ്രകൃതിയെ. എന്താ പറ്റാത്ത? മതിയായി വിട്ട് കളയാം ഇത് കൂടിനൊക്കെ. അപ്പോൾ എനിക്ക് സാപ്ലിങ്സ് കിട്ടി. അത് ഇവിടെ കയറി വെക്കണ്ട, അത് കുറച്ച് ദൂരെ കയറി സാപ്ലിങ്സ് വെക്കാം. ഈ സാപ്ലിങ്സ് ഇവിടെ കയറി കയറ്റി വെക്കാം. ഇതൊക്കെ യെല്ലോ ഡൈ ഒരു ഹീപ്പും വേണം. അതാണ് എനിക്ക് യെല്ലോ എങ്ങനെയാ വെക്കുക? ഇവിടെ വെക്കട്ടെ. എൻ്റെ വീട് നോക്കിയേ. ഇനി ഇവിടെ ടോർച്ചൊക്കെ പുറത്ത് വെക്കണം. സെറ്റ് ഒരു സാധനങ്ങളല്ല, ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തായാലും ഒരു ചെറിയ സാധനമൊക്കെ അങ്ങ് സെറ്റപ്പാക്കി എടുക്കണം. ഇനി ഇവിടെ ഈ ഫ്രണ്ടിലൊക്കെ ഞാൻ പൊളിച്ചു കളയാൻ പോവാ. ഈ മലയൊക്കെ ഞാൻ പൊളിച്ചു കളയും. ആവുമ്പോഴേക്കും എന്ത് ചെയ്യും? വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുക, വെറുതെ നടക്കുക. അല്ല, വെറുതെ അങ്ങനെ നടക്കണം, കുറേ പണി ഇനിയും കിടക്കുക. ഒരു വീട് ഇങ്ങനെ നോക്കിയാ രാവിലെ നമ്മളങ്ങനെ ഒരു ദിവസം മൊത്തം കഷ്ടപ്പെട്ട് പണിയെടുത്ത് എൻ്റെ നേട്ടങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റാക്ക് ഇതും കിട്ടിയപ്പോൾ 14 + 18 എത്രയാ? എനിക്ക് ഒരെണ്ണം ബാലൻസേ ഉള്ള. കുഴപ്പമില്ല, നമ്മളിങ്ങനെ എത്തി അങ്ങ് പോകും. അപ്പോൾ എനിക്ക് 4 സ്റ്റാക്ക് ഉണ്ട്. 4 തന്നെയല്ലേ? 4 സ്റ്റാക്ക് ഡേർട്ടേ ഉള്ളൂ. ഇനി സ്റ്റോൺ വെയിറ്റ് അങ്ങോട്ട് പോട്ടെ. എന്താ പോത്തെ? ക്രാഫ്റ്റിംഗ് ടേബിൾ നരനരയായി നിൽക്കൂ. അല്ല, അത്രയ്ക്ക് നരനരയാവല്ലേ? ഓരോ നരനരയാവും. 1, 2, 3. ഒന്ന് സ്ലാബൊന്നും എനിക്ക് വേണ്ട പോലെ. എനിക്ക് സ്ലാബൊന്നും വേണ്ട. അയ്യോ, 6ഒന്നും വേണ്ട, 1 മതി. വീണ്ടും ഒരു 1 ഇട്ട്. പിന്നെ എനിക്ക് 2 എണ്ണം വേണമല്ലോ. 6 എടുത്ത് ഇങ്ങനെ അങ്ങനെ ആവട്ടെ. ഓക്കെ, ഇങ്ങനെ എടുക്കുക. ഇവിടെ ഒരെണ്ണം കൂടി വെക്കുക. ഒരെണ്ണം കൂടി വെക്കുമ്പോൾ ഫർണസ് ഹോട്ട് ടോപ്പിക് അച്ചീവ്മെന്റ് കിട്ടി. ഓക്കെ, നമുക്കങ്ങനെ ഫർണസ് കിട്ടി. നമ്മളങ്ങനെ ഫർണസ് ഉണ്ടാക്കി.
അങ്ങനെ വെക്കും ഇത് ഇവിടെ. ഓക്കെ, ഇവിടെ വെക്കുന്നതാണ് തൽക്കാലത്തേക്ക് നല്ലത്. യെസ്, നമ്മൾ ഫർണേസ് ഉണ്ടാക്കി. നമ്മൾ ബാക്കിയുള്ള സ്റ്റോൺ എന്ത് ചെയ്യും? നമ്മുടെ ഇൻവെന്ററിയിൽ കിടക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇൻവെന്ററിയിലുണ്ടോ? ആ, ഇൻവെന്ററിയിലുണ്ട്. നമ്മുടെ സ്കിന്ന് നോക്കിയേ, ന്യൂബിയ. കേപ്സ്, നമുക്കൊരു കേപ്പ് ഉണ്ട് പക്ഷെ സൂപ്പർമാൻ്റെ. ഇനി നമുക്ക് ലെതർ വെച്ച് മറ്റേ ആർമർ ഉണ്ടാക്കാലോ. ഗൈസ്, എനിക്ക് എൻ്റെ ഒരു നിബന്ധന എന്ന് പറയുന്നത്, ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എങ്ങനെ മറ്റേ ലെതർ, ഹൗ ടു മേക്ക് എ ലെതർ ആർമർ എനിക്കത് അറിഞ്ഞൂടാ. സാധാരണ ആർമർ ഉണ്ടാക്കണ പോലെ ആയിരുന്നു മതി. എന്താ ഇത് മനസ്സിലായില്ല. ആദ്യം ഒരു 7 ലെതർ ആർമർ വേണം. എന്നിട്ട് ലെതർ ഹോഴ്സ് ആർമർ അല്ല, എന്തായാലും നമ്മുടെ കയ്യിൽ അത്രയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യുന്നു. അത്രയൊന്നും ഇല്ലാത്തത് കൊണ്ട് നിക്ക് കേട്ടോ. സ്റ്റിക്ക് ഉണ്ടോ നമ്മുടെ കയ്യിൽ? ആ, സ്റ്റിക്ക് ഉണ്ടല്ലോ. ഇതെന്താ? സ്റ്റോൺസ് അല്ലേ? അല്ല, ഞാൻ തന്നെ ഇങ്ങനെ അടുക്കി കൊണ്ടുപോകണം. എൻ്റെ കയ്യിൽ ഒരു 6 സ്റ്റാക്ക് ഒരെണ്ണം. യെസ്, അങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിൾ. മോനെ, ക്രാഫ്റ്റിംഗ് ടേബിളേ, എനിക്ക് നിന്നെയാണ് ആവശ്യം. അഞ്ചോ? പിക്കാക്സ് സാധനം എന്തായാലും കിട്ടി. ഓക്കെ, 2. ഒരു ഹോൾ എനിക്ക് വേണം. ഒരു ഷോവല്. എനിക്ക് ഒരു ഷോവലും കൂടി വേണം. അങ്ങ് തെറ്റായിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ 2 കിട്ടി. എത്ര സ്റ്റോൺ ഉണ്ട്? പൊട്ടിക്ക്. അങ്ങോട്ട് വരിയായി. ഓക്കെ, ഒരെണ്ണം കൂടി വെച്ചാ ഓക്കെ, ആക്സ് കിട്ടി, സ്റ്റോൺ ആക്സ്. ഇനി എനിക്ക് അപ്ഗ്രേഡിനായിട്ട് ഒരു സ്റ്റിക്കും ഇല്ലല്ലോ. വെയിറ്റ്, എനിക്ക് ഇതുണ്ടല്ലോ, ഇത് വെച്ചാൽ എനിക്ക് എത്ര എണ്ണം കിട്ടും? എനിക്കൊരു വലിയ സാധനമൊക്കെ വേണം. നമുക്കൊരു വലിയ വെട്ടിപ്പൊക്കാൻ അങ്ങോട്ട് പോകും. ഫർണേസ് ഉണ്ടാക്കി, സ്റ്റോണിൻ്റെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കി. അപ്പോൾ ഇനി ഇത് ഡെക്കറേഷന് ഉപയോഗിക്കാം. നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 29. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തുണ്ടാക്കാം. മരക്കഷ്ണം കൊണ്ട് നമുക്ക് വേറെ ഉപയോഗങ്ങളൊന്നുമില്ല. ആകെ ഒരു ഉപയോഗമുള്ള ഫ്യൂവലിനിടാം. പിന്നെ ഇതും ഫ്യൂവലിന് നമുക്ക് ഇടാൻ സാധിക്കുന്നതാണ്. എനിക്ക് എത്ര സ്റ്റാക്ക് അപ്പം കിട്ടും? 1 സ്റ്റാക്ക് കിട്ടുമോ ഇത്? 40 44 48 52 56 60 64. അപ്പം എനിക്ക് 1 സ്റ്റാക്ക് ഇത് കിട്ടി. ഓക്കെ, അപ്പം എനിക്ക് 8ഉം ഒരു 64 ഇത്രയും കിട്ടി. എനിക്ക് ഈ ഒരു ഡേർട്ട് വെച്ച് എന്ത് കളിക്കാൻ? ഇവിടെ 6 ഇതുണ്ട്. ഇവിടെ 14 സ്പ്യൂൾസ് ഇതും 64 സ്പ്യൂൾസ് കുന്ത്രാണ്ടം കിട്ടി. വെയിറ്റ്, നമ്മൾ ഈ ഡേർട്ട് പൊളിച്ച് കളയാൻ പോവാം. അങ്ങനെ നമ്മൾ വീട് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു. വീട് ഡേർട്ടൊക്കെ കളഞ്ഞു. പുറത്തേക്ക് ഡേർട്ട് മാത്രമേ കളഞ്ഞു. ഗ്രാസ് ബ്ലോക്ക് എന്തിനാടാ? പകരം ഇതാണ് ഞാൻ വെക്കുന്നത്. മേളിലത്തെ പിന്നെ കിടക്കട്ടെ, സൈഡിലത്തെയൊക്കെ ഒന്ന് മാറ്റട്ടെ. സൈഡിലത്തെ എല്ലാം മാറിയോ? പിന്നെ അല്ല, ഇത് മാറണമല്ലോ. ഓക്കെ, ഇത് കളയുമ്പോൾ യെസ്, നമ്മളപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മേളിലത്തെ കളയാൻ ശ്രമിക്കാം. ഏറ്റവും വലിയ എമൗണ്ടിലുള്ള ഇതില്ല, അത് കളയാൻ നോക്കാം. 0
ഓ തീർന്നാ? കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാഫ് കൂടി ഉണ്ട്. ഞാൻ ഇത്രയൊന്നും വെച്ചില്ലല്ലോ, പൊട്ടങ്ങോട്ട്. നമ്മളപ്പോ 60 ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ വെച്ച് അങ്ങോട്ട് പോവാ. വേറെ പരിപാടിയൊന്നുമില്ല. നമ്മളിനി ഇവിടെ മഴ പെയ്യുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ചോഴില്ല ഡേർട്ടുള്ളത് കൊണ്ട്. കാരണം അതിൻ്റെ ഡേർട്ടിനെ കൊണ്ട് നമ്മൾ സ്പ്രൂസ് പ്ലാന്റ്സ് എല്ലാം വെക്കണത്. പ്ലാന്റ്സിൻ്റെ ഭാഗമാണ് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫുള്ള് ഉള്ളിലത്തൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. മറ്റേ പുറത്തെ റൂഫ് ടോപ്പില്ലേ, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇനി ഇത് ഇവിടെ ചെയ്യണം. ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എനിക്ക് സെറ്റാക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇവിടെ കുറേ ഡേർട്ടൊക്കെ ഉണ്ടല്ലോ. ഈ ചെസ്റ്റ് എന്ത് ചെയ്യാൻ തുറക്കടാ. അപ്പോൾ എനിക്ക് 27 ഡേർട്ടുണ്ട്. അത്രയും ഡേർട്ട് മതി നമുക്ക്. ഈ ഡേർട്ടിന് പകരം ഈ സ്പ്യൂൾസ് സംഭവം ഇതിലേക്ക് വെക്കുക. ഓക്കെ, നമ്മൾ നിർത്താൻ പോവുകയാണ്. ബൈ.